നിൽക്കുന്നത് റയൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറിയിലാണ്. ഇത് വരുന്നത് ചെങ്ങന്നൂരിൽ നിന്നും ആറന്മുളയ്ക്ക് പോകുന്നത് തൊട്ട്, അതായത് പുത്തൻകാവ് സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ബേക്കറി ഐറ്റംസിനോടൊപ്പം നാടൻ വിഭവങ്ങൾ, ചൈനീസ്, മറ്റ് അറേബ്യൻ ഡിഷസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഈ കടയുടെ കൂടുതൽ വിശേഷങ്ങൾ ഈ കടയുടെ ഓണറായ രജിച്ചേട്ടനോട് ചോദിച്ചറിയാം. ചേട്ടാ, ഈ കട എത്ര നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ 7 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 2017 തുടങ്ങിയ കടയാണ്. 7 വർഷമായിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ കൂടുതൽ കസ്റ്റമർ സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് കുറച്ച് വരുത്തുള്ളൂ, ബാക്കിയെല്ലാം കുട്ടികളാണ്. സ്കൂൾ ഫ്രണ്ടിലാണല്ലോ സാധാ സോഫ്റ്റ്വെയറിനൊക്കെ എടുക്കാനും ഷവർമ എല്ലാം ബാക്കിയെല്ലാം ഹൗസ് ഇതെല്ലാം മെയിൻ കുക്കുകൾ. ഷവർമയ്ക്ക് സെപ്പറേറ്റ്, ചൈനീസ് സെപ്പറേറ്റ്, പൊറോട്ടയ്ക്ക് സെപ്പറേറ്റ്, പിന്നെ മെയിൻ കുക്ക് വേറെയാണ്. മന്തി മെയിൻ കുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പം ഇതിപ്പോൾ ചേട്ടൻ മെയിനായിട്ട് എന്താണ് സ്പെഷ്യലായിട്ട് പറയുമ്പോൾ? സ്പെഷ്യലായിട്ടുള്ള ഞങ്ങളുടെ മന്തി, പിന്നെ അൽഫാമ്, ഷവായി, ചൈനീസ് ഐറ്റം, ബട്ടർ ചിക്കൻ, ചില്ലി ചിക്കൻ, പനീർ ഐറ്റം, ചില്ലി പനീർ, ബട്ടർ പനീർ, ബട്ടർ ചിക്കൻ, ഞങ്ങളുടെ ഒരു 52 ഐറ്റം ഞങ്ങളുടെ സ്റ്റാർട്ടിങ് ബേക്കറി, അൽഫാം, ഷവായി അങ്ങനെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങി. പിന്നെ നമ്മൾ 2 വർഷം കഴിഞ്ഞാൽ കച്ചവടമൊക്കെ നല്ലതായിട്ട് പോകുന്നു. ഇനി നമുക്കിവിടെ വരാനുള്ള കുട്ടി കസ്റ്റമേഴ്സിനോട് നമുക്ക് ഇവിടെ കടയിലെ ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് അറിയാം. ഇവിടുത്തെ റെഗുലർ കസ്റ്റമറാണോ? ഇവിടെ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളും? ഈ ബേക്കറി ആയാലും ഡെയിലി വരാറുണ്ടോ? ഡെയിലി ഷോപ്പ് കഴിക്കുന്ന ആളാണ്. ഇവിടുത്തെ ഫുഡ് ഡെയിലി വീട്ടിൽ ക്ലാസ്സിലൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിക്കുക? ഏറ്റവും ഇഷ്ടം ഫുഡ് ഏതാ? ഡെയിലി എപ്പോൾ അൽഫാം കഴിക്കാനായിട്ട് അച്ഛനായിട്ട് വരാറുണ്ടോ? അച്ഛനായിട്ട് അപ്പോൾ ഡെയിലി കസ്റ്റമറാണ്. അപ്പോൾ ഡെയിലി ഷവർമ കഴിക്കുന്ന ആളല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ പറ്റി നല്ലൊരു അഭിപ്രായമാണ്. നല്ല എന്താ പറയുക, ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ നമുക്കിവിടെ ആൾക്കാരെയൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സജസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഇങ്ങോട്ട് വരാനായിട്ട്, ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് റെഫർ ചെയ്യാനൊക്കെ പറ്റും? ഗ്യാരണ്ടി ചെയ്യണം. ഇവിടെ ഒരു റെഗുലർ കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് ചോദിക്കാം ഈ കടയിൽ, അതായത് ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ. ചേട്ടൻ ഒരു റെഗുലർ കസ്റ്റമറാണ്. അപ്പോൾ എന്നും വരാറുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഫുഡിനെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? നല്ല ഫുഡാണ്. മന്തി ആയാലും ഷവർമ ആയാലും പൊറോട്ടയും ആയാലും നല്ല ഫുഡാണ്. ഓക്കെ. ചേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ്, അതായത് ചേട്ടൻ ഇവിടെ വെച്ച് കഴിച്ചതിന് വെച്ച് ചേട്ടന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ്? നമ്മൾ മാറ്റി മാറിയാണ് പിടിക്കുന്നത്. റൊമാലി അല്ലെങ്കിൽ ഇത് മറ്റേ റൊമാലി അല്ലാതെ പിന്നെ കുബൂസ്, പിന്നെ മന്തി, പിന്നെ പൊറോട്ട, പിന്നെ ചിക്കൻ നൂഡിൽസ്. ഓരോ ദിവസം വേറെ വേറെ ഐറ്റംസ് മേടിക്കും. ഷവർമയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതും പ്ലേറ്റ് ഷവർമയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അത് ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പ്ലേറ്റ് ഷവർമ എടുത്ത്. അടുത്തതായി ചൈനീസാണ് നമുക്ക് കൊണ്ടുതന്നത്. ഇതിപ്പം നൂഡിൽസാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. കണ്ടിട്ട് നല്ല സ്പൈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചിക്കൻ നൂഡിൽസാണ്. ചൂടുണ്ട്. നല്ല സ്പൈസി തോന്നിയിട്ടുണ്ട്. സ്പൈസി ഒന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു ഡിഷായ പൊറോട്ടയും ബട്ടർ ചിക്കനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ചൂട് അടിച്ച പൊറോട്ട ഇങ്ങോട്ട് എടുത്ത് വെച്ചു. നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഒരു പീസ് എടുക്കാം. ബട്ടർ ചിക്കൻ്റെ ഒരു പീസ്, കുറച്ച് ഗ്രേവി എടുത്തിങ്ങനെ വെക്കുന്നു.
ചൂട് പൊറോട്ട അങ്ങോട്ട് മേടിച്ച് ചെറിയ ഗ്രേവിയും കൂടി ചേർത്ത് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റി ആയിട്ടാണ് തോന്നുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് കിട്ടാൻ മറ്റൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല മണമൊക്കെ ഇല്ല കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് എടുത്ത് റുമാലി ഷവർമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പ്രത്യേകം പറയുന്നു എന്നോട് ചോദിക്കുന്നു ഞാൻ തരില്ല. നല്ല ടേസ്റ്റിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. നമുക്കിത് ഒന്നാമത്തെ ചൂട് കപ്പ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റ്. ചൂട് പൊട്ടിപ്പോയി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനൊപ്പം നല്ല മണം അങ്ങോട്ട് വരുന്നത്. എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. ഒരു ലക്ഷമില്ല. ഓരോരോ ഡിഷ് എടുക്കുമ്പോൾ ഏത് മുൻപന്തിരിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും പറയാൻ പറ്റുന്നില്ല. അപ്പം കഴിച്ചതിന് വെച്ചിരുമ്പോൾ ഓരോന്നോരോന്നൊന്നും ഒന്നിനൊന്നിനും ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രത്തോളം ടേസ്റ്റാണ്. പക്ഷെ ടേസ്റ്റ് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റിയിലും കൂടിയാണ് ഒരു ഫുഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ഡ്രൈ ചില്ലി ആൻഡ് ചപ്പാത്തി. ചപ്പാത്തി ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന അടിപൊളി ചപ്പാത്തി, ആശീർവാദിൻ്റെ ചപ്പാത്തിയാണ്. ടേസ്റ്റ് നോക്കാം. ഫുള്ള് കൺഫ്യൂഷനാണ്. എല്ലാം ഒന്നിനൊന്ന് വെച്ച ഫുള്ള് കൺഫ്യൂഷൻ. ഒന്നുകൂടെ നോക്കാതെ ഇനി നമുക്ക് ഇവിടുത്തെ മറ്റൊരു ഡിഷായ പനീർ ബട്ടർ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഈ കുട്ടി കസ്റ്റമറാണപ്പോൾ
എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, എപ്പോഴെങ്കിലും നിങ്ങളൊരു 199 രൂപയ്ക്ക് മന്തി കഴിച്ചിട്ടുണ്ടോ? അതും പെരി പെരി മന്തി ക്വാർട്ടർ 190 രൂപയ്ക്ക് നമ്മുടെ ചെന്നൈനുള്ളിൽ കൊടുക്കുന്ന റായൻ സൂപ്പർ മാർക്കറ്റിൽ റായൻ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു 190 ഉള്ള ക്വാളിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിന് കുറച്ച് നേരത്തെ ടേസ്റ്റ് ചെയ്യും. ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും നല്ല ഫുഡ് തന്നെ. നമുക്കിവിടെ ഡെയിലി വരുന്ന മറ്റൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. ആളോട് നമുക്ക് ഇവിടുത്തെ അഭിപ്രായം, അതായത് ഇവിടുത്തെ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചെന്ന് അറിഞ്ഞാലോ? ചേട്ടാ കൊടുക്കാറുണ്ടോ? കസ്റ്റമറാണോ? കുറേ നാളുണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടന് ഫുഡിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? നല്ല ഫുഡാണ്. സ്ഥിരം വാങ്ങിക്കുന്നുണ്ട്. മന്തി ആയാലും ഷവർമയായാലും എല്ലാം നല്ല. ചേട്ടൻ ഇവിടുത്തെ ഫുഡിൽ ഏറ്റവും അതായത് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? കപ്പ ബിരിയാണി ടേസ്റ്റാണ്. ഇനി ഇവിടെ ഡെയിലി വരാനുള്ള ഫാമിലി കസ്റ്റമർ ഉണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാലോ. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഷൈജു എന്നാണ്. ഓക്കെ. ഇത് ഞങ്ങൾ തുടങ്ങിയ കാലം തൊട്ട് നമ്മളിവിടെ വരുന്നുണ്ട്. ഈ ചെങ്ങന്നൂരിൽ എത്ര ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നേ കഴിക്കത്തുള്ളൂ. അത്ര ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ നേരത്തെ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ചെങ്ങന്നൂരിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവിടുന്ന് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇവിടെ തുടങ്ങി. ഇപ്പോൾ എൻ്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാലും ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു റോള് കഴിക്കണമെങ്കിൽ നന്നായിട്ടല്ല ഞങ്ങൾ കഴിക്കും. റോള് വെച്ച് മേടിച്ച് ഞങ്ങൾ 2-3 പേര് തന്നെ കഴിക്കും. ഫുഡിൻ്റെ കാര്യത്തിൽ പക്കയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു കളർ സജസ്റ്റ് ചെയ്യാം. 100% വിശ്വസ്തയോടെ തന്നെ വന്ന് കഴിക്കാം. ഞങ്ങളുടെ ഇവിടെ നിന്ന് കഴിക്കുന്ന ഫുഡ് 100% നല്ല ഓർഗാനിക് ഫുഡ് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നല്ല ഫുഡും നല്ല ക്ലീൻ ചെയ്ത് ചിക്കനൊക്കെയാണ് ഞങ്ങൾ മഞ്ഞളിനകത്തിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ, ഷവായിക്ക്, അൽഫാമ്, ഷവർമ എല്ലാത്തിലും മഞ്ഞളിനകത്ത് ക്ലീൻ ചെയ്തായിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങളുടെ ഇന്ന് കഴിയും. അത് നാളത്തേക്ക് വെക്കുമോ അതല്ല അടുത്ത ദിവസമോ യൂസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ ഫുഡ് ഇന്ന് ഞങ്ങൾ അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഫുഡ് പിന്നെ നാളത്തെ വെക്കത്തില്ല. ഇന്നത്തെ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ വരുന്ന പാല് പോലും ഞങ്ങൾ ഇന്ന് കൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പൊറോട്ട അതിലും എല്ലാം അന്നേരം ഫ്രഷ് നമ്മൾ കസ്റ്റമർ ഓർഡർ വരുമ്പോൾ ഉണ്ടാക്കുക. ഫ്രൈഡ് റൈസ് ആണെങ്കിലും എല്ലാ ഐറ്റംസ് ആണെങ്കിലും ഇവിടെ 100% ഫ്രഷാണ്. നമ്മൾ അതിനുള്ള ഗ്യാരണ്ടിയാണ്. ഏത് ഫുഡിനും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നു.